Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുതിർന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പയ്യന്നൂർ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കെ മോഹനന് ഇത് ഇരട്ടി മധുരം. പഞ്ചായത്ത് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും മകളുടെ വിവാഹവും നടന്നത് ഒരേ ദിവസം. മലയാളികളുടെ ജീവിത മുഹൂർത്തങ്ങൾ കലയിലൂടെ വരച്ചുകാട്ടിയ ശ്രീനിവാസൻ എന്ന മഹാനടൻ വിടവാങ്ങിയപ്പോൾ തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് 5 പതിറ്റാണ്ട് മുമ്പ് നാടകരംഗത്ത് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവച്ച് തൃക്കരിപ്പൂർ തങ്കയത്തെ ആർട്ടിസ്റ്റ് ദീപ്തി ഗോവിന്ദൻ. കണ്ണപുരത്ത് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി പിടിയിൽ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് 7.63 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയും പുതിയങ്ങാടി വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ വഫാസുദ്ദീനെ എക്സൈസ് സംഘം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭാ കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുതിർന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിൽ ഉണ്ടായിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലേക്ക് വിജയിച്ച ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഗാന്ധി പാർക്കിൽ വെച്ച് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഔദ്യോഗിക ചടങ്ങിൽ വെച്ചാണ് വിജയിച്ച കൗൺസിലർമാർ സത്യപ്രതിജ്ഞ നടത്തുന്നത്. 46 വാർഡുകളാണ് പയ്യന്നൂർ നഗരസഭയിലുള്ളത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ചടങ്ങ് ആരംഭിച്ചു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഓരോ ജനപ്രതിനിധികളും ദൃഢപ്രതിജ്ഞ ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സൈദു ശശി എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 46ാം വാർഡ് സ്ഥാനാർത്ഥി വി കെ നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയിരുന്നില്ല. മറ്റൊരു ദിവസം ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ നടത്തും. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുതിർന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങിലുണ്ടായിരുന്നു. പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൃഷ്ണൻ, വാർഡ് 37, താഴേരി ഈസ്റ്റ്. കൗൺസിലിലെ പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ എ കെ എന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട
ഇതോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഔദ്യോഗികമായി പയ്യന്നൂർ നഗരസഭയിൽ പുതിയ ഭരണസമിതി ഇവിടെ അധികാരമേറ്റിരിക്കുകയാണ്. ജനങ്ങൾ നൽകിയ വിശ്വാസം സുതാര്യവും വികസനോന്മുഖവുമായി പുതിയ ഭരണസമിതിക്ക് ഭരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. മലയാളികളുടെ ജീവിത മുഹൂർത്തങ്ങൾ കലയിലൂടെ വരച്ചു കാട്ടിയ ശ്രീനിവാസൻ എന്ന മഹാനടൻ വിടവാങ്ങിയപ്പോൾ തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് 5 പതിറ്റാണ്ട് മുമ്പ് നാടകരംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് തൃക്കരിപ്പൂർ തങ്കയത്തെ ആർട്ടിസ്റ്റ് ദീപ്തി ഗോവിന്ദൻ. അവിഭക്ത കണ്ണൂർ ജില്ലയിലെ തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് 1978 നാടക എഴുത്തും അഭിനയവും പ്രൊഫഷണൽ ട്രൂപ്പ് രൂപീകരണവുമൊക്കെയായി 5 വർഷമാണ് തൃക്കരിപ്പൂരിൽ അദ്ദേഹം ചെലവിട്ടത്. തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ദേശീയ കലാവേദി അന്ന് നിരവധി വേദികളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു വന്നിരുന്നു. കഥയെഴുത്തിനാണ് തലശ്ശേരി വേറ്റുമ്മലിലെ രവീന്ദ്രനാഥ് മുൻകൈയെടുത്ത തൃക്കരിപ്പൂരിൽ ശ്രീനിവാസൻ ആദ്യമെത്തുന്നത്. രവീന്ദ്രനാഥ് സംവിധാനം ചെയ്ത അവസ്കന്ധം നാടകത്തിൽ അധമൻ എന്ന കീഴാള കഥാപാത്രത്തെയാണ് അന്ന് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. കലാപ്രവർത്തനം ആസ്വദിച്ച ആ കാലഘട്ടത്തിൽ എഴുതി തുടങ്ങിയ ആരുടെ സാമ്രാജ്യം എന്ന നാടകം സിനിമാ തിരക്ക് വന്നതോടെ അദ്ദേഹം ഉപേക്ഷിച്ചത് ഓർത്തെടുക്കുകയാണ് ഗോവിന്ദൻ. 1978 തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് വടക്കുഭാഗത്തുള്ള കെട്ടിടത്തിൽ തങ്കയം സ്വദേശി ദീപ്തി ആർട്സിലെ ചിത്രകാരൻ പി ഗോവിന്ദന്റെ 1-ാം നിലയിലെ മുറിയിലാണ് അന്ന് കൂടുതൽ സമയം ചിലവഴിച്ചത്. പിന്നീട് ചൊവ്വേരിമുക്കിലെ കൃഷിവകുപ്പിന്റെ ഏലം ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് വരുമ്പോഴൊക്കെ അദ്ദേഹം താമസിച്ചിരുന്നത്. തലശ്ശേരിയിൽ പ്രിന്റിംഗ് പ്രസ് നടത്തിവന്ന പാട്യം വേറ്റുമലിലെ രവീന്ദ്രനാഥ മണിയാറത്ത് എന്ന കലാകാരനൊപ്പമാണ് തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി അന്ന് നാടക പ്രവർത്തനം നടത്തിവന്നിരുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് എൻ്റെ ഏട്ടൻ കെ മാഷ് സജീവമായിരുന്നു. ട്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ട്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു നാടകം വേണം, ആ നാടകം എഴുതണമെങ്കിൽ ഒരാൾ വേണം. ആ സമയത്ത് രവീന്ദ്രനാഥ് പറഞ്ഞു, എൻ്റെ സുഹൃത്തുണ്ട് എൻ്റെ നാട്ടിൽ, ഇപ്പോൾ സിനിമ എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു വന്ന ആളാണ്, അങ്ങനെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അയാൾ ഒരു ദിവസം എൻ്റെ ദീപ്തി ആർട്സ് പറഞ്ഞ റൂമുണ്ടായിരുന്നു തൃക്കരിപ്പൂർ, ആ റൂമിലേക്ക് ശ്രീനിവാസൻ വന്ന് തന്നെ നാടകത്തിൻ്റെ അതിനെപ്പറ്റി പ്രൊഫഷണൽ ട്രൂപ്പിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ട്രൂപ്പ് ഞാൻ ഉണ്ടാക്കാം, അതിൻ്റെ സ്ക്രിപ്റ്റെല്ലാം ഞാൻ എഴുതാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി തീരുമാനം ഉണ്ടായി. അങ്ങനെ തങ്കയം മുക്കിൻ്റെ അടുത്ത് ഇല്ല ഒരു ക്വാർട്ടേഴ്സ് എടുത്തു. അവിടെ നിന്നായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് എഴുതലും നാടകത്തിൻ്റെ റിഹേഴ്സലൊക്കെ അവിടെ നിന്നായിരുന്നു. P.A. ബക്കറിന്റെ മണിമുഴക്കം, സംഘഗാനം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് കലാപ്രവർത്തനങ്ങളിൽ ശ്രീനിവാസൻ സജീവമായത്. പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ ശ്രീനിവാസൻ എന്ന അതുല്യ നടൻ 4.5 പതിറ്റാണ്ട് മുൻപ് അഭിനയിച്ച കാൽവരി മലമുകളിൽ എന്ന നാടകം നിറഞ്ഞ സദസ്സിലാണ് അന്ന് അവതരിപ്പിച്ചത്. ആൽമരം, കൃഷ്ണ തുടങ്ങി നിരവധി നാടകങ്ങൾ തൃക്കരിപ്പൂർ കലാവേദിയുടെ നേതൃത്വത്തിൽ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മൊട്ടാമ്പ്രത്ത് നിന്നും പ്രകടനമായാണ് UDF സാരഥികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത്. ആകെ 22 വാർഡുകളിൽ 19 എണ്ണം കരസ്ഥമാക്കി UDF ഇത്തവണയും ഭരണം നിലനിർത്തി. മൊട്ടാമ്പ്രത്ത് നിന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ആഹ്ലാദ പ്രകടനത്തോടെയാണ് വിജയിച്ച സ്ഥാനാർത്ഥികൾ പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലെത്തിയത്. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമെന്ന് വിജയിച്ച സ്ഥാനാർത്ഥികൾ പറഞ്ഞു. മാടായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഇവിടുത്തെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് ഒരു വലിയ അംഗീകാരമായി ജനാധിപത്യ മുന്നണി ഇതിനെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങൾ മാടായി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് UDF ആണ്. ഇനിയും അത് UDF തുടരുകയാണ്. UDFന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഈ തവണ ഓരോ വോട്ടർമാരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഞങ്ങൾ പറഞ്ഞതും. 5 വർഷം കൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനിയുള്ള പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി എല്ലാവരുടെയും പിന്തുണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.
തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. ആദ്യം വരണാധികാരി മണിയും തുടർന്ന് മുതിർന്ന അംഗം ഹംസക്കുട്ടിയും അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ, PV ധനലക്ഷ്മി, M പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട K മോഹനന് ഇത് ഇരട്ടി മധുരം. പഞ്ചായത്ത് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും മകളുടെ വിവാഹവും നടന്നത് ഒരേ ദിവസം. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ച K മോഹനൻ സാറാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് കഴിഞ്ഞിട്ടാണുള്ളത്. എന്നാലും അദ്ദേഹത്തിന് ഇത് ഇരട്ടി മധുരമുള്ള ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കൂടിയാണിന്ന്. എങ്ങനെയാണ് നമ്മളോട് ഈ മധുരം പങ്കുവയ്ക്കുന്നത്? ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത്. ഇന്ന് യാദൃച്ഛികമായിട്ടാണ് തെരഞ്ഞെടുപ്പും അതുപോലെ മകളുടെ വിവാഹം ഒന്നിച്ചു വന്നത്. മകളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അധികാരം ഏൽക്കുന്ന ചടങ്ങും ഇന്ന് തന്നെ വന്നു ചേർന്നു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം രേഖപ്പെടുത്തും. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമാണോ കല്യാണം ഉണ്ടായത്? അതെ അതെ, സത്യപ്രതിജ്ഞ കഴിഞ്ഞാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ വന്നത്. അപ്പൊ ഇപ്പൊ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം ഭരണത്തിലേറുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ, അതുപോലെ എങ്ങനെയാണ് പ്രവർത്തനം ഉണ്ടാവുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രിക നടപ്പിലാക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ അത് നല്ല നിലയിൽ നിർവഹിക്കുന്നതാണ്. നമ്മുടേതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലക്ക് നല്ല പരിഗണന നൽകണം എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഉപ്പുവെള്ള പ്രതിരോധം, ഈ യുവാക്കളുടെ കലാകായിക കഴിവുകൾ പോഷിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ, അതെല്ലാമാണ് പ്രധാനപ്പെട്ട പദ്ധതികളായിട്ട് നോക്കിക്കാണുന്നത്. എന്താണ് പേര്? ജിതിൻ. ആര്യ. അപ്പൊ അച്ഛന്റെ ഈ നേട്ടത്തെ, ഇന്നാണ് സത്യപ്രതിജ്ഞ, അതുപോലെ അച്ഛന് ഇരട്ടി മധുരമുള്ള ഒരു ദിവസമാണിന്ന്. കല്യാണവും അതുപോലെ സത്യപ്രതിജ്ഞ ചടങ്ങും ഒരേ ദിവസം വന്നിട്ടാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സന്തോഷം നിങ്ങൾ നോക്കിക്കാണുന്നത്? സന്തോഷം, വളരെയധികം സന്തോഷം. വളരെ സന്തോഷം. അച്ഛനിങ്ങനെ സത്യപ്രതിജ്ഞയും കല്യാണം ഒരു ദിവസമായതിന്. അപ്പൊ എങ്ങനെയാണ് അച്ഛനോട് സപ്പോർട്ട്? എല്ലാ സപ്പോർട്ടും ചെയ്യും അച്ഛന് വേണ്ടിയിട്ട്. എന്തായാലും വധൂവരന്മാർക്കും അതുപോലെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോകുന്ന K മോഹനേട്ടനും എന്തായാലും ആശംസകൾ നേരുകയാണ്. ക്യാമറാമാൻ നികേഷ് താവത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. എരമംകുറ്റൂർ പഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ഇവിടുത്തെ മുതിർന്ന അംഗം എന്ന നിലയിൽ KC മധുസൂദനൻ മാസ്റ്റർക്കാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. എരമംകുറ്റൂർ പഞ്ചായത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മുതിർന്ന അംഗം KC മധുസൂദനൻ മാസ്റ്റർ ആദ്യം വരണാധികാരി K രാഖി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് സെക്രട്ടറി KK പ്രണവ്, മുൻ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട P ഗംഗാധരൻ എന്ന ഞാൻ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജെയ്സൺ പുത്തേട്ടി എന്ന ഞാൻ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശാന്തകുമാരി ടീച്ചർ എന്ന ഞാൻ പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശോഭന രവീന്ദ്രൻ എന്ന ഞാൻ പഞ്ചായത്തിലെ
എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട PV വിജയൻ എന്ന ഞാൻ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മുതിർന്ന അംഗം TV ചന്ദ്രൻ ആദ്യം വരണാധികാരി KV ശ്രീജ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ, മുൻ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലത്തറ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് 100 കണക്കിന് ആളുകളാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാവിലെ കരിവള്ളൂർ AVS GHSS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. രാവിലെ 10 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമായ TV ചന്ദ്രമതി ആദ്യം വരണാധികാരി ഷർമിള KVക്ക് മുൻപാകെ ദൃഢപ്രതിജ്ഞയെടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് ആദ്യ യോഗം നടന്നു. മുതിർന്ന അംഗമായ TV ചന്ദ്രമതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 27-ന് രാവിലെ പ്രസിഡന്റിനെയും ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുമെന്ന് സെക്രട്ടറി K ശൈലജ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുതാഴം പഞ്ചായത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. ചെറുതാഴം പഞ്ചായത്തിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. മുതിർന്ന അംഗം KM മോഹൻകുമാർ ആദ്യം വരണാധികാരി മഹേഷ് കുമാർ ഷെട്ടി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മറ്റുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. M വിജിൻ MLA ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനങ്ങളുടെ മുന്നിൽ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ഉത്തരവാദിത്വങ്ങൾക്ക് ഇന്ന് മുതൽ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയും ചെറുതാഴത്തിൻ്റെ ചരിത്രത്തിലെ മറ്റ് ഭരണസമിതികളും നടത്തിയ അതേപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്ക് സാധിക്കട്ടെ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ സേവനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കൽ, വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജനപ്രതിനിധികളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ കഴിവ് തെളിയിച്ചവരാണ്. അത് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്കെല്ലാം ചേർന്ന് നിൽക്കാം. ഒരു പുതിയ നാടിനായി, വികസന തുടർച്ചയ്ക്ക്, ഒരു പുതിയ വികസന മുന്നേറ്റത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാം. പഞ്ചായത്ത് സെക്രട്ടറി PK രാഗേഷ്,
മുൻ MLA TV രാജേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ M ശ്രീധരൻ, MV ശകുന്തള, P പ്രഭാവതി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണപുരത്ത് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി പിടിയിൽ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് 7.63 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയും പുതിയങ്ങാടി വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ വഖാസ് ഉദ്ദീനെ എക്സൈസ് സംഘം പിടികൂടിയത്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് 7.63 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയും പുതിയങ്ങാടിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ വഫാസ് ഉദ്ദീനെ എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K ഷാജിയുടെ നേതൃത്വത്തിലാണ് വഫാസ് ഉദ്ദീനെ പിടികൂടിയത്. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ PV ഗണേഷ് കുമാർ, PP സുഹേൽ, P വിനോദ്, K ഷജിത്ത്, PT ശരത്, TK ഷാൻ, VV ശ്രീജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന്റെ ഉത്തരമേഖല സ്ക്വാഡിലെ ഗണേഷ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് കിട്ടിയ രഹസ്യപേരാണ്. അത് പുതിയങ്ങാടി ഭാഗത്ത് താമസിക്കുന്ന ഒരു ആസാം സ്വദേശി ബ്രൗൺ ഷുഗർ ആയിട്ട് ഈ ചെറുകുന്ന് ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കിട്ടിയ രഹസ്യവിവരത്തിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ട് രഹസ്യവിവരത്തിൽ പറയുന്ന ആളെ കാണുകയും ആളുടെ ദേഹപരിശോധന നടത്തിയതിൽ ഒരു 7 ഗ്രാമിന് മുകളിൽ ബ്രൗൺ ഷുഗറാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇയാൾ ആസാം സ്വദേശിയാണ്. ഏറെക്കുറെ ഒരു 10 വർഷത്തിന് മേലെയായി കേരളത്തിലാണ് താമസിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയങ്ങാടി ഭാഗത്ത് അത്യാവശ്യം മലയാളമൊക്കെ നന്നായിട്ട് പറയും. ആ ഭാഗങ്ങളിൽ, ആ പ്രദേശങ്ങളിലൊക്കെ ചില്ലറ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്വാണ്ടിറ്റി. ഇതൊരു മീഡിയം ക്വാണ്ടിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാത്ത കേസാണ്. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന കേസാണ്. ഇത് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേട്ടറ്റിന്റെ പേരിൽ സർവീസിലുള്ള അധ്യാപകരെ ബലിയാടാക്കുന്ന തരത്തിലുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ CS ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് കൊല്ലം കോർപ്പറേഷൻ കിട്ടൂല, കിട്ടുന്ന കോർപ്പറേഷൻ അല്ലാതെ മുനിസിപ്പാലിറ്റിയുള്ള കാലത്ത് പോലും UDFന് കിട്ടാത്ത 50 കൊല്ലത്തെ ചരിത്രമെടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. അത്രമാത്രം കണ്ണൂർ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞാൽ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരുള്ളൊരു നാടാണ് കൊല്ലം. ആ കൊല്ലം കോർപ്പറേഷൻ മാറുക എന്ന് പറഞ്ഞാൽ അതൊരു മെസ്സേജാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഈ പിണറായിസം വെറുക്കുന്നു, ഈ അച്ഛനെയും മക്കളും കൊണ്ട് ഈ പാർട്ടി തകരാൻ വേണ്ടി പോകുന്നു എന്ന തിരിച്ചറിവാണ് അവർ സമൂഹത്തിൽ നൽകുന്നത്. അതുകൊണ്ടാണ് അവർ മാറി ചെയ്യുന്നത്. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ട് കൊണ്ടൊന്നും നല്ലത്. ചെരുപ്പിനൊത്ത് കാലം മുറിച്ചിട്ടുള്ള ഈ വാർഡുകൾ മുറിച്ചത് നമ്മുടെ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് ഏത് പഞ്ചായത്തിനകത്ത് അവർ മുറിച്ചത് എല്ലാം അവർക്കനുസൃതമായി മുറിച്ചല്ലേ. KSTU ജില്ലാ പ്രസിഡന്റ് യാസർ അറാഫത്ത് അധ്യക്ഷത വഹിച്ചു. സംഘടനാ മുൻ സംസ്ഥാന ട്രഷറർ AC അത്താവുള്ള മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി KP ജാഫർ, ഷെരീഫ് തങ്കയം, MDP ഷഹീദ്, മുഹമ്മദ് അലി IT, MDC ആരിഫ, P ഹമീദ് എന്നിവർ സംസാരിച്ചു. തുടർന്നു നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സമീർ തെക്കീൽ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന TKP റൌഫ്, P മുഹമ്മദ്, K സുബേദ, TP ഹാരിസ് എന്നിവർക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മധുസൂദനൻ ഉപഹാര സമർപ്പണം നടത്തി. KSTU ജില്ലാ വൈസ് പ്രസിഡന്റ് N ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി MT യൂനസ്, സെക്രട്ടറി കമാൽ വയനാട്, PC മുർഷിദ എന്നിവർ സംസാരിച്ചു. കൗൺസിൽ മീറ്റ് KSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TKP റൌഫ് ഉദ്ഘാടനം ചെയ്തു. റഫീഖ് കള്ളാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളന ഭാഗമായി നടന്ന സാംസ്കാരിക സായാഹ്നം KSTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗഫൂർ ദേളി ഉദ്ഘാടനം ചെയ്തു. അൻസാർ കടവിൽ, റഫീഖ് കൈതക്കാട് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിവാഹമായാലും പിറന്നാളായാലും കോർപ്പറേറ്റ് ഇവന്റുകളായാലും സൗഹൃദ സംഗമങ്ങളായാലും കൗവായി കായലിന്റെ കൈവഴിയിലെ മനോഹാരിത നുകർന്നുള്ള വൈബിൽ നടത്താൻ സൗകര്യമൊരുക്കി റിവർ ക്രീക്ക്. പയ്യന്നൂർ നഗരവും തൃക്കരിപ്പൂർ പഞ്ചായത്തും അതിരിട്ടൊഴുകുന്ന കൗവായി കായലോരത്തെ ഒളവറയിൽ 2000 പേരെ ഉൾക്കൊള്ളാനാവുന്ന തരത്തിലുള്ള വെഡ്ഡിംഗ് ഡെസ്റ്റിനി ഒരുക്കിയിട്ടുള്ളത്. ഒരേക്കർ സ്ഥലത്താണ് റിവർ ക്രീക്ക് കായലോരത്ത് പ്രവർത്തനം ആരംഭിച്ചത്. വിവാഹമായാലും മെഗാ ചടങ്ങുകളായാലും
പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഇവിടെ തനിമയോടെ നടത്താം. വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യത്തോടെയാണ് റിവർ ക്രീക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഫംഗ്ഷനുകളിൽ 2000 പേർക്ക് ഭക്ഷണം നൽകാനും വിവാഹ പാർട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള ശീതീകരിച്ച 2 ഹട്ടുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് റിവർ ക്രീക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ രീതിയിൽ അത് മീഡിയകളും സോഷ്യൽ മീഡിയകളൊക്കെ എങ്ങനെ ജനങ്ങൾക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള മത്സരത്തിലാണ്. അവിടെയാണ് ഈ ഒരു പരിസ്ഥിതിക്ക് നമുക്കൊരു വളരെ മനോഹരമായ ഒരു പുഴയുടെ തീരത്താണ് നമ്മളിവിടെ ഇത്തരം ഒരു കൺവെൻഷൻ സെൻ്റർ പടുത്തുയർത്തിയിട്ടുള്ളത്. പണ്ടൊക്കെ വലിയ കെട്ടിടങ്ങളിൽ അല്ലെങ്കിൽ പന്തലുകളൊക്കെ കെട്ടി നമ്മൾ നമ്മുടെ പരിപാടികൾ നടത്തുമ്പോൾ ഇന്ന് ഒന്നുകൂടി ജനങ്ങൾക്ക് പുതിയ വൈബുകൾ, ദാസ്യം പറഞ്ഞ രാത്രിയാണ് നല്ല വൈബ്. അൻവർ രാമന്തളി അധ്യക്ഷത വഹിച്ചു. KC സനൽ, നാസർ അബൂബക്കർ, സി ദാമോദരൻ, നസീം നാസർ, പ്രസാദ് ഒളവറ, നുവൈദ് അബ്ദുള്ള, TV ഷിബിൻ, അഡ്വക്കേറ്റ് EM സോജു, P ഷുക്കൂർ, P മുഹമ്മദ് കുഞ്ഞി, ഷനിൽ കേളോത്ത്, ഫൈസൽ കുഞ്ഞിമംഗലം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KPSTA പയ്യന്നൂർ ഉപജില്ലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി TV ഷാജി ഉദ്ഘാടനം ചെയ്തു. KPSTA ഉപജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ നിരവധി കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ടെറ്റ് ഭിന്നശേഷി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ KPSTA ഉപജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. GUP സ്കൂൾ അരവഞ്ചാലിൽ നടന്ന സമ്മേളനം KPSTA കണ്ണൂർ ജില്ലാ സെക്രട്ടറി TV ഷാജി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ നിയമനം വൈകിപ്പിച്ചുകൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഗവൺമെന്റിന്റെ മുമ്പിൽ എന്നും മക്കളെ നിവർത്തി സംസാരിക്കാൻ ഒരൊറ്റ സംഘടനയുണ്ടായിട്ടുള്ളൂ, അത് KPSTA. M സുമ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ രമേശൻ കാന, KM ബിന്ദു, SP സജിൻ, ജില്ലാ നേതാക്കളായ PK രാമചന്ദ്രൻ, P സുധീഷ്, A പ്രേംജി, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സ്റ്റിബി K സൈമൺ, ഉപജില്ലാ സെക്രട്ടറി KV യുഗേഷ് കുമാർ, പെരിങ്ങോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AK രാജൻ, KSSPA മണ്ഡലം വൈസ് പ്രസിഡന്റ് K വിജയൻ മാസ്റ്റർ, TP പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. M സുമിയെ പ്രസിഡന്റായും KV യുഗേഷ് കുമാറിനെ സെക്രട്ടറിയായും PE സീമിയെ ഖജാൻജിയായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന മലയൻ സമുദായോദ്ധരണ സംഘം കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്നു. NSS തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മലയൻ സമുദായോദ്ധരണ സംഘം കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ NSS തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷിജിത്ത് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നമ്മുടെയൊക്കെ തെറ്റുകൾ തിരുത്തിക്കൊണ്ടാണ് നമ്മൾ പുതിയ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുക. 78-ൽ ജനിച്ച മുതുമുത്തച്ഛൻ സംഘടനയിൽ നിന്നും ഉണ്ടായ പുത്രനെന്ന രീതിയിൽ ഈ സംഘടനകൾക്ക് പാലാരിഷ്ടതകൾ ഉണ്ടാകാം. ഏത് പ്രൊഡക്റ്റും നമ്മുടെ വിപണിയിലേക്ക് എത്തുമ്പോൾ സംശയാസ്പദമായി നോക്കി അത് വിജയപ്രദമാണ് എന്ന് മനസ്സിലാക്കി മാത്രമാണ് നമ്മളിതിനെ വാങ്ങുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ പിലാത്തറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ചിദാനന്ദൻ പൂമംഗലം ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി അനീഷ് പണിക്കർ എട്ടിക്കുളം സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ പവിത്രൻ പള്ളിക്കുന്നോൻ സമുദായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. 80 കഴിഞ്ഞ സമുദായത്തിലെ നാടൻ പേറ്റിച്ചിമാരായ അമ്മമാരെ പൊന്നാടിയണിച്ച് ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പട്ടികജാതിക്കാരായ തെയ്യം കലാകാരന്മാരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടുന്നതിനു വേണ്ടി 4ഓളം പ്രമേയങ്ങൾ കൺവെൻഷനിൽ അവതരിപ്പിച്ചു. CP പ്രകാശൻ പിലാത്തറ, സുഹാസ് മംഗലശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സമുദായാംഗങ്ങളുടെ സംഗീത വിരുന്നും കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളം കൊഴുമ്മൽ പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ 70-ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു.
പെരളം കൊഴുമ്മൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 70ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. 7 പതിറ്റാണ്ടിലധികമായി പെരളം നാടിന്റെ കലാകായിക സാംസ്കാരിക മേഖലയുടെ നിറസാന്നിധ്യമായി തീർന്ന പെരളം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം കൊഴുമ്മൽ 70ാമത് വാർഷികാഘോഷം 2025 ഡിസംബർ 26 മുതൽ ഏപ്രിൽ വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ നടക്കുകയാണ് ഒരു നാടിൻ്റെ ആഘോഷം. അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒരു പോസ്റ്റർ പ്രകാശനമാണ് ഞാൻ ചെയ്തത്. ഏറെ സന്തോഷം, ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അഭിമാനമായിട്ട് കാണുന്നു. ചടങ്ങിൽ എം രാഘവൻ അധ്യക്ഷനായി. കെ സന്തോഷ്, എം വി രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ രമേശൻ, കെ രാജീവൻ, അനീഷ് ചെമ്മരത്തി, കെ വി ഉഷ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീ രാഘവപുരം സഭായോഗം മഹാവേദഭജനവും വാർഷിക സഭയും 24 മുതൽ 28 വരെ ചെറുതാഴം കണ്ണിശ്ശേരി കാവിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ മഹാവേദഭജനവും വാർഷിക സഭയും ഡിസംബർ 24 മുതൽ 28 വരെ ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ നടക്കും. 24-ന് മഹാഗണപതി ഹോമം, അരുണ നമസ്കാരം, അശ്വമേധ നമസ്കാരം, സർപ്പബലി എന്നീ കർമ്മങ്ങൾ നടക്കും. രാവിലെ 10-ന് മുല്ലമംഗലം കൃഷ്ണൻ നമ്പൂതിരിയുടെ വൈദിക ക്ലാസ് ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീ രാഘവപുരം ആചാര്യസഭ ചേരും. 25-ന് ഗണപതി ഹോമം, യോഗേശ്വര പൂജ, ശ്രീരാമ പൂജ, ഭുവനേശ്വരി പൂജ, ഭഗവതി സേവ എന്നീ കർമ്മങ്ങൾ നടക്കും. 26-ന് പേർക്കുണ്ടിൽ പെരിയമന ഉണ്ണികൃഷ്ണൻ വാദ്യാൻ, വടക്കേടത്ത് പാലക്കീഴ ഈശ്വരവാദ്യാൻ, കുന്നംകുളം മുരളീകൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം, സുഹൃതഹോമം, ശ്രീചക്രപൂജ എന്നീ ചടങ്ങുകൾ നടക്കും. രാവിലെ 10 മണിക്ക് ദക്ഷിണേന്ത്യ ദേവസ്വം സമ്മേളനം നടക്കും. ശ്രീമദ് ശങ്കരാചാര്യ ഹസ്തമാലകാചാര്യ പരമ്പര എടനീർ മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ അനുഗ്രഹ ഭാഷണം നടത്തും. വൈകിട്ട് 7:30-ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ വിവിധ അക്കാദമിക് മേഖലകളിലെ പ്രമുഖരെ ആദരിക്കും. 27-ന് നടുവത്തപ്പുടവൂർ വാസുദേവൻ നമ്പൂതിരി ഗണപതി ഹോമവും, പേർക്കുണ്ടിൽ പെരിയമന മാധവ് വാദ്യാൻ പുരുഷസൂക്ത ഹോമവും, മരങ്ങാട് ഗോവിന്ദൻ നമ്പൂതിരി ഭഗവതി സേവയും നിർവഹിക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന രാഘവീയം പ്രതിനിധി സമ്മേളനത്തിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ ജില്ലാ ദേശസമിതികൾ കലാപരിപാടികൾ അവതരിപ്പിക്കും. 28-ന് കല്ലമ്പള്ളി മാധവൻ നമ്പൂതിരി ഗണപതി ഹോമവും, ചോണൂർ നാരായണൻ നമ്പൂതിരി കലശപൂജയും നിർവഹിക്കും. 26 മുതൽ എല്ലാ ദിവസവും സഭായോഗം ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ പുരാവസ്തു പ്രദർശനം, ആയുർവേദ പ്രകൃതി ആരോഗ്യ പരിശോധന ക്യാമ്പ്, ഔഷധമിത്ര, സഭായോഗം ഫൗണ്ടേഷൻ കമ്പനികൾ ഒരുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കരകൗശല ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും എന്നിവയും ഉണ്ടാകും. 26, 27, 28 തീയതികളിൽ അന്നദാനമുണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, C ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, വരക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പഴയകാല ഓർമ്മകൾ പുതുക്കാൻ പഴയങ്ങാടി താവം പള്ളിക്കര ADLP സ്കൂളിൽ സഹപാഠികൾ ഒത്തുകൂടി. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ 70 കഴിഞ്ഞവരുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത്. വർഷങ്ങൾക്ക് മുൻപ് LP സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ. 1962-64 കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ ഇവർ പഴയ സ്കൂളിലെത്തി സൗഹൃദങ്ങൾ പുതുക്കിയപ്പോൾ ഇവർക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു. അന്ന് പാടിയ പ്രാർത്ഥനാ ഗീതം ഒന്നുകൂടി പാടിയാണ് സംഗമത്തിന്റെ തുടക്കം. വർഷങ്ങൾക്കിപ്പുറം 70 കഴിഞ്ഞവർ 7 വയസ്സിലെ ഓർമ്മകളിലേക്ക് പോയി. 38 വർഷം സ്കൂളിലെ അധ്യാപകനായിരുന്ന മുൻ പ്രധാന അധ്യാപകൻ കൂടിയായ K സുമിത്രന് ഇന്ന് 91 വയസ്സുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് 250 കുട്ടികൾ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നീട് 5ാം ക്ലാസ് എടുത്ത് അടുത്ത LP സ്കൂളിലേക്ക് മാറ്റി സർക്കാർ. ഇപ്പോൾ മാടായി സബ് ഡിസ്ട്രിക്റ്റിലെ 90 സ്കൂളിൽ നമ്പർ 1 LP സ്കൂളായിരുന്നു അക്കാലത്ത്. ഇത് തിളക്കമുള്ള പഴയകാലം ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ട്. റവറൻ ഫാദർ ജീസൺ തണ്ണിക്കോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ദിനം ഇത് നിങ്ങൾ ഏറ്റവും
രീതിയിൽ ആനന്ദപ്രദമായിട്ട് സന്തോഷപ്രദമായിട്ട് ചെലവഴിക്കാനായിട്ട് ആയിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ആ പഴയ കാലത്തിലേക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക്. ഷാജി കാരക്കൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപകനും ട്രെയിനറുമായ ഷാഫി പാപ്പിനിശ്ശേരി മുഖ്യാതിഥിയായി. രേഖ ജെയ്സി, എം റോജസ്, അബ്ദുൽ ഖാദർ, മരിയല്ല, സ്വപ്ന ജോഷി, ഷെറിൽ ഫെർണാണ്ടസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോരുത്തരും അവരുടെ ഓർമ്മകൾ പങ്കുവച്ചു. നമ്മുടെ മാഷ് ഒരു പാട്ട് പാടി തന്നിരുന്നു. പരീക്ഷന്റെ സമയമാണ്. അത് ഒറ്റൊരു വാക്ക് മാത്രമേ എനിക്ക് ഓർമ്മയിലും. ക്ലാസ് കയറ്റം കിട്ടാഞ്ഞാൽ വേഷം പലതാണ് ഓർത്തോളൂ. ആ വാക്ക് മാത്രം ഞാൻ മറന്നിട്ടില്ല. അത് ഇപ്പോൾ ഓർമ്മയുണ്ട്. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം പതിപ്പിൽ ചാമ്പ്യന്മാരായ കണ്ണൂർ വാരിയേഴ്സ് ടീം അംഗം കുഞ്ഞുമംഗലത്തെ റെഡ് ബോയ്സ് തലായിയുടെ താരം അശ്വിൻ കുമാറിന് തലായി മുക്കിൽ വെച്ച് സ്വീകരണം നൽകി. MLA M. വിജൻ അശ്വിനെ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം പതിപ്പിൽ കണ്ണൂർ വാരിയേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ കുഞ്ഞിമംഗലം ആവേശത്തിലാണ്. കുഞ്ഞിമംഗലത്തെ റെഡ് ബോയ്സ് തലായിയുടെ താരം അശ്വിൻ കുമാർ ആയിരുന്നു കണ്ണൂർ വാരിയേഴ്സ് പ്രതിരോധ നിരയുടെ നെടുന്തൂൺ. തലായി മുക്കിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ MLA M. വിജിൻ അശ്വിനെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. കണ്ണൂരിൻ്റെ മണ്ണിൽ വെച്ച് നടന്ന ഫൈനലിൽ കപ്പടിച്ചു. ആ വേരിയസ് ടീമിൻ്റെ പ്രതിരോധ നിരയിൽ നമ്മുടെ നാട്ടുകാരൻ, കുഞ്ഞിമംഗലത്തുകാരൻ, തലായിക്കാരൻ അശ്വിനും ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാം വലിയ അഭിമാനം പകരുന്ന ഒന്നാണ്. അശ്വിൻ ഇന്ന് കണ്ണൂർ വേരിയസിൻ്റെ താരമാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കേരള ടീമിൻ്റെയും ഭാവിയിൽ ഇന്ത്യൻ ടീമിൻ്റെയും ഒക്കെ ഭാഗമായി ലോകമറിയപ്പെടുന്ന ഒരു കായിക പ്രതിഭയായി അശ്വിൻ മാറുക എന്നതാണ്. ക്ലബ്ബ് സെക്രട്ടറി അൻഫാൻ, പ്രസിഡന്റ് ദിൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തലായി മുക്കിൽ നിന്നും റെഡ് ബോയ്സ് ക്ലബ്ബ് പരിസരം വരെ ഘോഷയാത്രയും നടന്നു. പെരളം ദേശീയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കലാസമിതി ഹാളിൽ നടന്ന പരിപാടി പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ താര കെ ഉദ്ഘാടനം ചെയ്തു. പെരളം ദേശീയ കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്ത്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കേരള സർക്കാർ, പെരളം ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും സംഘടിപ്പിച്ചു. കലാസമിതി ഹാളിൽ നടന്ന പരിപാടി പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ താര കെ ഉദ്ഘാടനം ചെയ്തു. അവരുടെ വിശപ്പ് എന്താണ്, അവരുടെ വേറെ എന്തെങ്കിലും അവർക്ക് അസുഖങ്ങളുണ്ടോ, അവർക്ക് ഉറക്കമില്ലേ, അല്ലെങ്കിൽ അവർക്ക് വിശപ്പില്ലായ്മയുണ്ടോ, വയറ്റിൽ പോകാനുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നിലാണെങ്കിൽ ഇപ്പൊ നടുവേദന ആയിക്കോട്ടെ, നടുവേദനയ്ക്ക് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കാൻ പറയാം. നടുവേദനയ്ക്ക് ഈ മരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നടുവേദനയ്ക്ക് ആ മരുന്ന് കഴിച്ചാൽ മതി. ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് നടുവേദന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ചടങ്ങിൽ RK ജനാർദ്ദനൻ അധ്യക്ഷനായി. ഡോക്ടർ പൂജ കനകരാജൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PM ഗോവിന്ദൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെരളം ദേശീയ കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുതിർന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പയ്യന്നൂർ നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട K. മോഹനന് ഇത് ഇരട്ടി മധുരം. പഞ്ചായത്ത് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും മകളുടെ വിവാഹവും നടന്നത് ഒരേ ദിവസം. മലയാളികളുടെ ജീവിത മുഹൂർത്തങ്ങൾ കലയിലൂടെ വരച്ചുകാട്ടിയ ശ്രീനിവാസൻ എന്ന മഹാനടൻ വിടവാങ്ങിയപ്പോൾ തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് 5 പതിറ്റാണ്ട് മുമ്പ് നാടകരംഗത്ത് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവച്ച് തൃക്കരിപ്പൂർ തങ്കയത്തെ ആർട്ടിസ്റ്റ് ദീപ്തി ഗോവിന്ദൻ. കണ്ണപുരത്ത് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശി പിടിയിൽ. റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് 7.63 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശിയും പുതിയങ്ങാടി വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ വഫാസുദ്ദീനെ എക്സൈസ് സംഘം പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.